ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വാൾ ഡെക്കോറാണ്. വാൾ ഡെക്കോർ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഇത്രയും ഗ്ലിറ്റർ പേപ്പറിന് എനിക്ക് അധികം വന്നതാണ്. വേറൊരു കാര്യത്തിന് വേണ്ടി ചെയ്തു വന്നപ്പോഴത്തേക്ക് ഇത്രയും ഗ്ലിറ്റർ പേപ്പർ അധികമായി. അപ്പോൾ പിന്നെ അതങ്ങനെ അതിനെടുത്ത് മാറ്റും. അപ്പോൾ അത് ഞാൻ വേറൊരു ഐഡിയ നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ അത് ചെയ്യാമെന്ന് കരുതി. അപ്പം ആദ്യം അതിന് ഒരു 2 കളർ പേപ്പർ വേണം. ബ്ലാക്ക് കളറായിരിക്കും കുറച്ചുകൂടി മാച്ച്. അതിനെ ഇതുപോലൊന്ന് ചുരുട്ടി സെറ്റാക്കി എടുത്തതിന് ശേഷം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കുറച്ച് ഒരു 4 സെൻറ്റിമീറ്റർ രീതിയിൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഗ്ലിറ്റർ പേപ്പർ കൂടി വേണം, എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിനെയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരെ ഒട്ടിക്കാൻ തുടങ്ങാം. ഞാനിവിടെ 3 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും കളേഴ്സൊന്നും വേണമെന്നില്ല. ആ ഒരു റെഡും വൈറ്റ് ആണെങ്കിലും ഈ ഗോൾഡും റെഡും ആണെങ്കിലും ഗോൾഡും വൈറ്റും ആണെങ്കിലും ഒന്നിനും കുഴപ്പമില്ല. എങ്ങനെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരെണ്ണത്തെ എടുത്ത് നീളത്തിൽ ഏകദേശം ഒരു നടുക്കായിട്ട് ആ ഒരു കമ്പിൻ്റെ ആ ഒരു പേപ്പറിൽ ആ ഒരു സ്റ്റിക്കിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഓരോന്നിൻ്റെയും നീളം കുറച്ചുകൂടി മുന്നോട്ട് കയറി ഈ ഒരു ലെവൽ. ഇത്തരം തന്നെ നമുക്ക് ഒരെണ്ണവും കൂടി സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം ആ ഒരു സ്റ്റിക്കിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ നല്ല രീതിയിലൊന്ന്, അതായത് ആ കോടിച്ചിരിക്കുന്ന ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിന് രണ്ടിനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു കളർ പേപ്പർ ഒരു ഗ്ലിറ്റർ പേപ്പർ കൂടെ എടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. അത്ര നമുക്ക് 2 എണ്ണം വേണം. 2 എണ്ണത്തിന് വെച്ചിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലത്തെ കമ്പിലും അതുപോലെ തന്നെ ആ തറയിലത്തെ ആ ഒരു ഇതിനകത്തേക്കും ഇതിങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് പശ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്യാം. അതുപോലെ തന്നെ ഇത്ര നമുക്കിനി ഒരെണ്ണവും കൂടി ചെയ്തെടുക്കണം. ഒരെണ്ണം ചെയ്തെടുത്തെങ്കിലേ നമ്മളുടെ വാൾ ഡെക്കോർ സെറ്റായി കിട്ടൂ. ഈ ഒരെണ്ണം തന്നെ മതി, എങ്കിലും ഒരു ഭംഗി കൂട്ടുന്നതിന് ഒരെണ്ണവും കൂടി ഇരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരെണ്ണവും കൂടെ സെറ്റ് ചെയ്തെടുത്തത്. അത് കുറച്ച് ഈസി വേയിലാണ് ഞാൻ ചെയ്തത്. പശയ്ക്ക് പകരം ഞാൻ സ്റ്റാപ്ലറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു 2 ഗ്ലിറ്റർ പേപ്പറോടെ എടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും, അതായത് അത് 2 കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇങ്ങനെയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മളുടെ വാൾ ഡെക്കോർ ഏകദേശം ശരിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ ബൈ.